ഹലോ ഗൈസ്, അപ്പോൾ ഇവനെയാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. കറുപ്പ് കലവ എന്നൊക്കെ അറിയപ്പെടുന്ന ഇവൻ്റെ സ്കിന്ന് തൊലി പൊളിച്ച് കളഞ്ഞ് അസാധ്യ ടേസ്റ്റുള്ള ഒരു മത്സ്യമാണ് കേട്ടോ. അതിൻ്റെ ശരിക്കും ഇതിൻ്റെ സ്കിന്ന് ആ തൊലി ഒലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറിലെ ഒരു മാംസമാണ്. അതുകൊണ്ട് തന്നെ കിടിലൻ ടേസ്റ്റുള്ളൊരു മത്സ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവനൊന്ന് കറി വയ്ക്കാം. ആദ്യം തന്നെ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവുക. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്നതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിയുണ്ട്, സവോളയുണ്ട്, പച്ചമുളകുണ്ട്, അതുപോലെ വേപ്പിലയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇടുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരണമെന്ന് പറയും. മുരിഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരണം. ഇതേപോലെ ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണ് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്. അപ്പോൾ ഞാനും ഇതിനകത്തേക്ക് വളരെ കുറച്ച് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള സവാള എടുക്കാം. നമ്മുടെ എന്താ പറയുക, ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സവാള കൂട്ടി എടുക്കാം നമുക്ക്. പക്ഷേ ഞാൻ വളരെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. ഓവർ ഗ്രേവി ആയിട്ടൊന്നും ഞാനിത് വെക്കുന്നില്ല. ആ മീനിൻ്റെ ടേസ്റ്റ് കളയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് സവാളയെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകണം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ ബ്രൗൺ കളറായി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനകത്തേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് വേപ്പിലയാണ്. കറിവേപ്പില അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എരിവ് കറിക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് 3 മുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു ജാറിൽ കുറച്ച് തക്കാളി എടുത്ത് അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മുളക് പൊടി ആഡ് ചെയ്ത് ഇത് പേസ്റ്റ് പോലെ ആയതിന് ശേഷം നേരെ എടുത്ത് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഒറ്റ തട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലുമാണ് നമ്മുടെ പച്ചത്തക്കാളിയിൽ നമ്മുടെ മുളക് പൊടി മിക്സായിട്ട് വരുമ്പോൾ. അതും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചൊരു മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എരിവും സ്മെല്ലൊക്കെ നമുക്ക് വരും. കറിയുടെ തന്നെ ഒരു പ്രത്യേക കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമ്മൾ തട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തെ ആ തക്കാളിയിലെ ആ പച്ചത്തക്കാളി നമ്മൾ ഗ്രൈൻഡറിലിട്ട് മുളക് പൊടി അടിച്ച ആ ഒരു മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് പോകാൻ വേണ്ടി ഇവനെ നന്നായിട്ട് ചട്ടിയിലിട്ട് നമ്മളൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ പാകമായിട്ടുണ്ട്. നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പൊടിപ്പിച്ചുണ്ടാക്കിയ ആ മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു അത്രയും കളറൊന്നും വരാത്തത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാറുണ്ട്, എപ്പോഴും നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു കറിയും പാകമായി വരുമ്പോൾ അതിനകത്തേക്ക് പച്ചവെള്ളം ദയവ് ചെയ്ത് ഒഴിക്കരുത്. നിങ്ങൾ ചൂടാക്കിയ വെള്ളം തന്നെ അതിനകത്തേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കുടംപുളി ഇട്ട് കൊടുത്തു. ആ കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളവും കൂടി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് എടുത്ത് തട്ടി സുഹൃത്തുക്കളെ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലുമാണ് കേട്ടോ വരുന്നത്. ഒരു രക്ഷയില്ല. നമുക്കത് കറി കാണുമ്പോൾ തന്നെ അറിയാം ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളുണ്ടാക്കുന്നത് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും വെച്ച് കറി വെക്കരുത്. ആ മീനിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ മീൻ വേകാൻ പാകത്തിനുള്ള വെള്ളമേ ഇതിലൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി നമ്മുടെ കറിയിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കലവ അല്ലെങ്കിൽ കറുപ്പ് എന്നറിയപ്പെടുന്ന ഇവനെ നന്നാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിച്ചട്ടിയിലേക്ക് ഓരോന്നായി പറക്കി ഇടുക. അങ്ങനെ നമ്മുടെ
കറിയിലേക്ക് നമ്മുടെ മീനെയൊക്കെ പിടിച്ച് ഇറക്കി വെച്ചു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കേട്ടോ, ഞാൻ ഉപയോഗിച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ മീൻ മുഴുവനായിട്ട് മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു അത്യാവശ്യത്തിന് കഴിക്കാനുള്ള ഗ്രേവിയും ഒക്കെ ആയിട്ടുണ്ടാവും. അധികം ചാറുന്നുണ്ടാവില്ല, പക്ഷേ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കറിയിൽ നമ്മൾ എല്ലാം മീനെല്ലാം ആ കറിയിൽ ആ ചാറിലേക്കൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം. ഇനി വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കറിക്കുള്ളിലെ കറിച്ചട്ടിക്കകത്ത് നുരയായി പതഞ്ഞു വന്നിരിക്കുകയാണ്. അങ്ങനെ പതഞ്ഞു വരുമ്പോൾ ഞാൻ കുറച്ച് വേപ്പില കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ടു, സ്വാദിനും ആ മണത്തിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇറക്കാൻ നേരത്ത്, കറിയെല്ലാം കഴിഞ്ഞ് ഇറക്കാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഈ കറിയുടെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചിട്ടേക്കാം. ഒരു രക്ഷയില്ല, അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. താങ്ക് യു.